ബഹുമാന്യരായ മാതാപിതാക്കൾ, പ്രിയ സഹോദരങ്ങൾ ആയുള്ളവർ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മനുഷ്യരുടെ സമാധാനം കെടുത്തുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്ന്. വാസ്തവമായി പറഞ്ഞാൽ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്ന ഒരു മാതാപിതാക്കൾക്കും സമാധാനമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മയക്കുമരുന്ന് ഒരിക്കലും നമ്മെ ഒരു നിലവാരത്തിലേക്ക് എത്തിക്കുകയും മയക്കുമരുന്ന് നമ്മളെ നശിപ്പിക്കുകയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു പുരോഗമന ചിന്താഗതിയോ ഒരു നല്ല മാർഗത്തിലേക്കോ നമ്മെ നയിക്കുകയില്ല എന്നുള്ളതാണ് പറയുക. അത്തരം കാര്യങ്ങൾ കൊച്ചുകുട്ടികളും ഇവിടുത്തെ യുവതലമുറകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാതിരിക്കുക നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ സമൂഹത്തിന് നല്ല സന്തോഷവും സമാധാനവും സ്നേഹവും നമുക്ക് നൽകുവാൻ കഴിയണമെങ്കിൽ നമ്മൾ രാജ്യത്തിൻ്റെ വിലപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമകളായി തീരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പിന്തിരിയേണ്ടതുണ്ട്. നമ്മളത് ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ. ഞാനിവിടെ അല്പസമയം മാത്രം ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ചരിത്രപരമായി അവിടെ വൈദ്യനായ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത് യേശുവിനെ പറ്റി പറയും. യേശു പുനരുത്ഥാനം ചെയ്തതും ഇനി യേശു മടങ്ങി വരുന്നതുമായ കാര്യത്തെപ്പറ്റിയാണ് അവിടെ 1-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും താൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ ഈ 1-ാം അധ്യായം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വായിക്കുമ്പോൾ യേശു അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ യെരുശലേമിൽ തന്നെ ഇരിക്കണം. കാരണം പിതാവിങ്കിൽ നിന്നുള്ള വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ യെരുശലേം വിട്ട് യാത്ര ചെയ്യുവാൻ പാടുള്ളൂ എന്ന് യേശു അവരോട് പറയുവാൻ ഇടയായി. കാരണം ലോകം അതിഭയങ്കരമാണ്. ലോകം ഒരിക്കലും ഒരു മനുഷ്യനും അത് അനുകൂലമല്ല. അത് മനുഷ്യനെ എപ്പോഴും അതിൻ്റെ മായികമായ വലയത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. ആ ലോകത്തിൻ്റെ മായയിൽ അടിമപ്പെടുന്ന ഒരു വ്യക്തി നശിച്ചു പോകുന്നതല്ലാതെ അവർ നന്നാകുകയില്ല. ഇത് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രഖ്യാപിത ശത്രുവായ മറ്റൊരാത്മാവിൻ്റെ പ്രവൃത്തിയാണ് എന്ന് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. ലോകത്തിൻ്റെ മോഹം അതിൻ്റെ മായികമായ വലയത്തിലേക്ക് കുടുങ്ങിപ്പോകുന്ന തലമുറകൾ അവരെ നശിച്ചു പോകുന്നതല്ലാതെ അവരെ പിന്നെ ആർക്കും രക്ഷിക്കുവാനോ തിരിച്ചു കൊണ്ടുവരുവാനോ കഴിയുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ബൈബിളിൽ പറയുന്നത് സുബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. അപ്പോൾ ബൈബിളിൽ 2 സ്ഥലത്ത് സുബോധം നഷ്ടപ്പെട്ടവരെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, മുടിയനായ പുത്രൻ സുബോധം വന്നപ്പോൾ അവൻ അപ്പൻ്റെ വീട്ടിനെ ഓർക്കുകയും അപ്പനെ ഓർക്കുകയും അപ്പൻ്റെ വീട്ടിലുള്ള സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ എത്ര നല്ലതായിരുന്നു എന്നവന് ബോധ്യപ്പെട്ടത് സുബോധമുണ്ടായപ്പോഴാണ്, സുബോധം വന്നപ്പോഴാണ്.
അപ്പോൾ സുബോധമില്ലാത്ത അവസ്ഥയിൽ കൂടി മനുഷ്യൻ ജീവിക്കുന്നത് ഏറ്റവും ദയനീയമാണ്. ആർക്കും അവരെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ജാതികളും യഹൂദന്മാരും ദൈവത്തെ അറിയുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്തതായി കാണുന്നുണ്ട്. ഇതെല്ലാം ചരിത്രമാണ്. ചരിത്രം പഠിപ്പിക്കുന്നത്. ചരിത്രമെന്ന് പറയുമ്പോൾ അത് സംഭവ്യമായി സംഭവിച്ച കാര്യം, അനേകായിരങ്ങൾ അല്ലെങ്കിൽ കോടാനുകോടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതറിഞ്ഞ ജീവിതങ്ങളോട്, അതാണ് ചരിത്രം എന്ന് പറയും. അപ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത് ജാതികളും യഹൂദന്മാരും യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു എന്നുള്ളത്. യഹൂദന്മാർ ഒരിക്കലും യേശുവിനെ വിശ്വസിച്ചിട്ടില്ല, ഇപ്പോഴുമില്ല. അവര് ഇസ്രായേലിലെ ഏറ്റവും വലിയ വരുമാനമാർഗം യേശുക്രിസ്തുവിൻ്റെ കല്ലറ കാണുവാനും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളൊക്കെ കാണുവാൻ ചെല്ലുന്ന വരുമാനമാണ്. വിദേശികളുടെ, ടൂറിസ്റ്റുകളുടെ വരുമാനമാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമെങ്കിലും അവർ ഇതുവരെ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അമ്മയായ മറിയം ഉൾപ്പെടെ വേറെയും സ്ത്രീകളുണ്ട്. 120 പേരടങ്ങുന്ന ഒരു സംഘം ഒരുമിച്ച് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായ മാളിക മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൊടിയ മുഴക്കത്തോടെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന ഓരോ നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. അവരെല്ലാവരും അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങിയെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അന്യഭാഷ എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകുന്ന ഒരു ഭാഷയാണ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അത് നമ്മളിൽ വരുമ്പോൾ നാം ശക്തിയുള്ളവരാണ്. നല്ല കാര്യങ്ങളെ പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം നമുക്ക് അതിന് മുൻപുണ്ടായിരുന്നതിലും അധികമായി ലഭിക്കും. ദൈവത്തിനു വേണ്ടി എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തി ഈ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നൽകും. അതാണ് 1-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, പിതാവിൽ നിന്നുള്ള വാഗ്ദത്തം ലഭിക്കുന്നത് വരെ നിങ്ങൾ യെരൂശലേം വിട്ട് പോകരുതേ എന്ന്. കാരണം ശിഷ്യന്മാരെ പഠിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാഹസിക യാത്രക്കാരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാർ. പലരും വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, എല്ലാവരുമല്ല, വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നു. പത്രോസൊക്കെ നല്ല പൈസയുള്ള ആളായിരുന്നു, സ്വന്തമായിട്ട് പടകും വലയുമൊക്കെ ഉണ്ടായിരുന്നു. കൂലിക്കാളെ വെച്ച് ഗലീല കടലിൽ അല്ലെങ്കിൽ ഗന്നസരത്ത് തടാകത്തിൽ മീൻ പിടിച്ച് വിൽക്കുന്നവരായിരുന്നു. ആ പത്രോസൊക്കെ യേശുവിനോട് കൂടെ ചേർന്നു. എന്നാൽ ലോകത്ത് അവർ നേരിടേണ്ടതായ കഷ്ടതകളെ, പ്രതികൂലങ്ങളെ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ആവശ്യമായിരുന്നു. ആയതിനാലാണ് യേശു അവരോട് പറഞ്ഞത്, പിതാവിങ്കൽ നിന്നുള്ള വാഗ്ദത്തം ലഭിക്കുന്നത് വരെ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുതേ എന്ന്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ 120 പേരടങ്ങുന്ന സംഘം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവരെല്ലാവരും അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങി. ആ ആരാധനയുടെ മുഴക്കം കേട്ട് യെരൂശലേം ദേവാലയത്തിൽ ലക്ഷക്കണക്കിന് ജനം, പെരുന്നാളിന് വന്നവരിൽ 10,000-കണക്കിന് ജനം പത്രോസിന്റെ ഈ ആരാധനയുടെ ശബ്ദം കേട്ട് അവിടേക്ക് ഓടി വരികയും ഇത് എന്താണ് എന്ന് അവർ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് പത്രോസ് 11 പേരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്, ഇത് യേശു പറഞ്ഞു, പിതാവിങ്കിൽ നിന്നുള്ള വാഗ്ദത്തം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക്, മനുഷ്യരിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണമാണിതേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പെരുന്നാൾ സ്ഥലത്ത് വന്നു കൂടിയ ഒരു വിഭാഗം ജനമല്ല, അതിൽ ജാതികളും യഹൂദന്മാരും ഒക്കെയും അവിടെ വെച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് അവരും പരിശുദ്ധാത്മാവിൻ്റെ ഓഹരിക്കാരായി, അവകാശികളായി മാറിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ്
ജാതികളും യഹൂദന്മാരും യേശുവിനെ വിശ്വസിച്ചു എന്നവിടെ പറയുവാൻ കാരണം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ പത്രോസിനൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ പത്രോസ് കാണുന്നത്, പത്രോസ് നിഷേധിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധനെന്നുവോ എന്ന് ചോദിച്ചു. പത്രോസ് അങ്ങനെ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കൊർന്നേലിയോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ നിന്ന് 3 പേര് പത്രോസിനെ വിളിക്കുവാൻ വരുന്നത്. ആ ദർശനമാണ് പത്രോസ് അവിടെ വെച്ച് കണ്ടുകൊണ്ടിരുന്നത് എന്ന് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ആയതിനാൽ യഹൂദന്മാരും ജാതികളുടെ ഇടയിലേക്കോ അവരുടെ വീടുകളിലേക്കോ അവരുമായി യാതൊരു സമ്പർക്കവും പുലർത്താതിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പത്രോസ് പറയുന്നു, ദൈവം ശുദ്ധീകരിച്ചതിനെ ഞാൻ അശുദ്ധനെന്നല്ലെങ്കിൽ അശുദ്ധിയെന്നെണ്ണുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കൂടെ പത്രോസും പോകുവാനിടയായി. കൊർന്നേലിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇത്താലിക്ക എന്ന പട്ടാളത്തിലെ ശതാധിപനാണ്. 100 കണക്കിന് പട്ടാളക്കാരെ നിർത്തുന്ന അതിന്റെ മേലധികാരിയാണ്. ആ മേലധികാരി വലിയ വിശ്വാസിയാണ്, ദൈവത്തെ ഭയമുള്ളവനാണ്, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്, ധാരാളം ദാനധർമ്മങ്ങൾ ദൈവത്തെ ഓർത്ത് ചെയ്യുന്നവരാണ്. ആ കൊർന്നേലിയോസിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത്, കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനധർമ്മങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ നീ പത്രോസിനെ വിളിച്ചവന്റെ പ്രസംഗം കേൾക്കണമെന്ന് പറയുവാനിടയായി. അങ്ങനെയാണ് പത്രോസിനെ വിളിച്ചുകൊണ്ട് പോകുവാൻ കൊർന്നേലിയോസിന്റെ വേലക്കാർ പത്രോസിന്റെ അടുക്കൽ വന്നത്. കാരണം ഇവിടെ അത് മർമ്മമാണ്, പ്രിയമുള്ളവർ. കൊർന്നേലിയോസ് ദാനധർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, ദൈവഭയമുള്ളയാളാണ്, നല്ല ദൈവവിശ്വാസിയാണ്. പക്ഷേ അദ്ദേഹം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആ കുറവ് പരിഹരിക്കുവാൻ വേണ്ടിയാണ് യേശു പത്രോസിനെ കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് അയച്ചതും. അവിടെ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വെച്ച് പത്രോസ് ആയിരക്കണക്കിന് മനുഷ്യരെ, കൊർന്നേലിയോസിന്റെ ഭവനക്കാരും മറ്റ് അറിഞ്ഞ ജനമൊക്കെയും അവിടെ കൂടുകയും അവിടെ വെച്ച് യേശുവിനെയാണ് പത്രോസ് പ്രസംഗിച്ചത്. കാരണം പത്രോസിന് മറ്റാരെയും പ്രസംഗിക്കുവാൻ കഴിയുകയില്ല. യേശുവിനോട് കൂടെ നടന്നതാണ് പത്രോസ്, യേശുവിനെ തൊട്ടുനോക്കിയവനാണ് പത്രോസ്, യേശുവിന്റെ വാക്കുകൾ കേട്ടവനാണ് പത്രോസ്, മരിച്ചവരെ യേശു ഉയർപ്പിക്കുന്നത് കണ്ടവനാണ് പത്രോസ്, കുരുടന് കാഴ്ച കൊടുക്കുന്നത് കണ്ടവനാണ് പത്രോസ്, കുഷ്ഠരോഗിയെ യേശു സൗഖ്യമാക്കുന്നത് കണ്ടവനാണ് പത്രോസ്. ആ പത്രോസിന് യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും പ്രസംഗിക്കുവാൻ കഴിയുകയില്ല. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് യേശുവിനെ പ്രസംഗിച്ചപ്പോൾ അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും അവർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുകയും ദൈവസഭയോട് ചേർന്നതായും കാണുവാനുണ്ട്. പ്രിയമുള്ളവർ, അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതമെന്ന് പറയുന്നത് ഒരല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ബൈബിൾ പറയുന്നത് ഒരു മനുഷ്യന് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്നതാണ് അവന്റെ ജീവിതത്തിന്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നാം എത്ര ദിവസം എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് ഒരു മനുഷ്യന് പോലും കണക്ക് കൂട്ടി പറയുവാൻ കഴിയുകയില്ല. ആയതിനാൽ ഇപ്പോഴാണ് നമ്മളുടെ രക്ഷാസമയം, രക്ഷാ ദിവസം. നാളെ നാം ഉണ്ടോ എന്ന് ആർക്കും പറഞ്ഞുകൂടാ. കാരിത്താസിൽ നിന്നും കടന്നു വന്ന എൻ്റെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളാണ് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ യേശു വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്തു. തകർന്നടിഞ്ഞൊരു വീടായിരുന്നു എന്നത്. ഭാര്യയും 3 കുട്ടികളും ജീവിക്കുവാൻ യാതൊരു മാർഗവുമില്ലൊരു കൂലിപ്പണിക്കാരൻ്റെ ഒരു ദിവസത്തെ വരുമാനം എത്രയെന്ന് സകല മനുഷ്യനും അറിയാം. ദുർനടപ്പുകാരനായ ഒരു ഭർത്താവ്, ഭാര്യയും മക്കളും അവകാശപ്പെട്ടതായ 1 മാസത്തിൽ 10 12 അല്ലെങ്കിൽ 15 ദിവസം ജോലി ചെയ്യുന്ന അവന്റെ വരുമാനത്തിൽ കൂട്ടി അവൻ ഏറ്റവും 3/4% ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞ 1/4% ഈ യഥാർത്ഥമായും അവകാശപ്പെട്ടവർക്ക് ലഭിക്കുന്നത്. എന്നാൽ അത് മുഴുവൻ അവർക്കുള്ളതാണ്. എന്നാൽ അത്തരമൊരു ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. കർത്താവേ, ഈ ലോകത്തിൽ പലതിലും ഞാൻ അടിമയായി തീർന്നു. എനിക്കതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല. എനിക്കിനി മുൻപോട്ട് നടക്കുവാൻ വഴികളില്ല. എൻ്റെ കാലുകൾ പറിച്ചു കുത്തുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കണം, നീ ജീവനുള്ള ദൈവമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ പടിപടിയായി മാറ്റങ്ങൾ വന്നു.
ഞാൻ ഈ ലോകത്തെ യേശുക്രിസ്തു മുഖാന്തരം ജയിക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് ഒന്നേ വരെ 23 വർഷമായി അതൊന്നും എന്നെ അന്വേഷിച്ച് വരികയോ ഞാനതിന് കീഴടങ്ങുകയോ ഞാനതിലേക്ക് വീഴുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സന്തോഷം, നല്ല സമാധാനം, പരസ്പര സ്നേഹം, വിശ്വാസം. അതൊക്കെയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടിയാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ ആരെങ്കിലും വലിയ കഷ്ടതകളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി ജീവിതം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ യേശു നമ്മളെ സഹായിക്കും. യേശുവിനെ സഹായിക്കുവാനും നമ്മളെ ആശ്വസിപ്പിക്കുവാനും നമ്മളെ സൗഖ്യമാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷങ്ങൾ നൽകുവാനും ഒരു വലിയ പ്രത്യാശ നമ്മൾക്ക് തരുവാനുമാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്തുകൊണ്ട് പോകുവാൻ ഞാൻ വീണ്ടും വരും എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് വരാറായി. അതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ലോകത്ത് എവിടെയാണ് സമാധാനമുള്ളത്, സന്തോഷമുള്ളത്, പരസ്പര സ്നേഹമുള്ളത് എവിടെയാണ്? ഇതൊക്കെയും സംഭവിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഈ നോവിന്റെ ആരംഭം എന്ന് മാത്രം നിങ്ങൾ എണ്ണുക. ഇതിൽ വലുത് ഇതുവരെയും മനുഷ്യൻ അനുഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലാത്ത പ്രതികൂലങ്ങളും വേദനകളും ഭയാനകമായ സംഭവങ്ങളും ലോകത്തുണ്ടാകും. അതിനെയൊക്കെയും അതിജീവിക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് പ്രാപിച്ചിരിക്കണം. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ഇവിടെ കൊണ്ട് അവന്റെ ജീവിതം അവസാനിക്കുകയല്ല. ആ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: അവരിവിടെ വെറുതെ വന്നിരിക്കുന്നവനാണ്, ഒരു കാഴ്ചക്കാരായിട്ട് പരദേശവാസത്തിന് വന്നിരിക്കുന്നവരാണ്. ഈ പരദേശവാസം കഴിഞ്ഞ് അവരുടെ യഥാർത്ഥമായ സ്ഥലത്തേക്ക് അവർ തിരിച്ചു പോകും. ഇവിടെ മരണമുണ്ട്, ഇവിടെ വേദനയുണ്ട്, ദുഃഖമുണ്ട്, നിരാശയുണ്ട്, രോഗങ്ങളുണ്ട്, പീഡകളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു സ്ഥലം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ആ നിത്യതയിൽ നാം പ്രവേശിക്കണമെങ്കിൽ ആ നിത്യത നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ കർത്താവായ യേശുവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായി നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുക, ആപത്തിയെ ഏറ്റുപറയുക എന്ന റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. ആകയാൽ ഈ പൈക എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് യേശുവിന്റെ വചനം പ്രസംഗിച്ചത് ശ്രവിച്ചവരായ സകല മനുഷ്യരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും അവരുടെ ഭവനങ്ങളിൽ, അവരുടെ ഹൃദയങ്ങളിലൊക്കെയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എന്നും അവർ സന്തോഷത്തോടു കൂടി ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു.